നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ. കാർ മേടിക്കാനുള്ള പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ താറ് നമ്മുടെ റോബോട്ട് കൊണ്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ നിസാൻ GTR ഞാൻ വന്ന വഴിക്ക് ഗൈസ് ആരാണ്ട് മോഷ്ടിച്ചു ഗൈസ്. നമുക്ക് നിസാൻ GTR നമുക്ക് തിരിച്ചു പിടിക്കാൻ പോകാം ഗൈസ്. നമ്മുടെ താറിൽ തന്നെ നമ്മൾ നിസാൻ GTR തിരിച്ചെടുക്കാൻ പോകും ഗൈസ്. കാരണം താറ് നമ്മുടെ റോബോട്ടാണെന്ന് തിരിച്ചു വെക്കും. ഇവരാണെങ്കിൽ തുറക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു വണ്ടി 2 എണ്ണം മേടിക്കാനുണ്ട്. നമുക്ക് 2 ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു ഗൈസ്. നമ്മുടെ ഫെറാറിയും പോർഷയും ഗ്യാരേജിൽ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് GTRും മറ്റേ ലംബോർഗിനിയുമാണ് ഗൈസ് നമ്മൾ മേടിക്കാൻ പോകുന്നതെന്ന്. GTRന് ലംബോർഗിനിക്ക് എത്ര രൂപയാവുമെന്ന് അറിയില്ല. നമ്മൾ നേരെ താറും വെച്ചിട്ട് ഡ്രിഫ്റ്റ് അടിച്ചങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കാർ മേടിക്കാം ഗൈസ്. 1 മിനിറ്റ് ഗൈസ്. ഫോണ് നമുക്ക് നമ്മുടെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അടിച്ച് നോക്കാം. എന്തെങ്കിലും മജിക്കാവുമല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഫോണൊക്കെ എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലംബോർഗിനി തന്നെ ഇന്ന് പർച്ചേസ് ചെയ്യാം ഗൈസ്. ഇന്നലെ നമ്മൾ നിസാൻ GTR ആയിരുന്നു പരീക്ഷിച്ച് ചെയ്തത്. ആ സമയത്ത് നമുക്ക് അത് കിട്ടിയില്ല ഗൈസ്. നമുക്ക് മാസമായിട്ട് നടന്ന് ഓടിപ്പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലംബോർഗിനീൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലംബോർഗിനിയിൽ കയറാൻ പോകണാണ് ഗൈസ്. നമ്മുടെ ലംബോർഗിനി അങ്ങോട്ട് ഓണാക്കി സെറ്റാക്കി പവറാക്കാൻ പോകണാണ്, പറപ്പിക്കാൻ പോകണാണ്. ലംബോർഗിനി ഗായ്സ്, ലംബോർഗിനിക്കും നല്ല എക്സോസ്റ്റ് ഒക്കെയാണ്. ലംബോർഗിനിക്കും നല്ല റിയലിസ്റ്റിക് ഇൻറ്റീരിയറാണ്. ലംബോർഗിനി കിണ്ണ സാധനം. ലംബോർഗിനി ഒന്ന് അലോയ്സ് മാറ്റേണ്ട ചെറിയൊരു ചടങ്ങുണ്ട് ഗായ്സ്. അത് നമുക്കൊന്ന് ചെയ്യാം. ഈ അലോയ്സ് എന്ന് വെച്ചൊരു ഡെമ്മി അലോയാണ്, വീൽ കപ്പിട്ട് വെച്ചേക്കണ അലോയാണ് ഗായ്സ്. ലംബോർഗിനിയിൽ ഇവർ എന്താണ് ഓപ്ഷനിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ അലോയി ഡ്രമ്മായതുകൊണ്ട് നമുക്ക് മാറ്റണം. വണ്ടി നമുക്ക് നേരെ കത്തിച്ചു വിടാം. വാഗണർ ഇടിക്കല്ലേ, നമ്മൾ ഇത്ര നേരം ഇടിക്കാണ്ടെങ്ങാണ്ടാണ് വന്നത് ഗൈസ്. ബ്രേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാരേജിലെത്തിയിട്ടുണ്ട്. വണ്ടി നേരെ റിവേഴ്സ് അടിച്ചിട്ട് നമുക്ക് ഗ്യാരേജിൽ കയറ്റാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീലിൽ മാറ്റാം. ഈ വീൽ നമുക്ക് വണ്ടിക്ക് ചേരണുണ്ട്, പക്ഷെ മാറ്റണം. കണ്ടോ ഗൈസ്, ഈ വീലാണ് നല്ലത്. ഈ വീലും സെയിമാണ്. അപ്പോൾ ഇത് തന്നെ ഇടാം. എന്നുവെച്ചാൽ വീൽ കപ്പിലുണ്ടായിരുന്ന വീല് തന്നെയാണ്. നമുക്ക് വീലിൻ്റെ കളറ് ബ്ലാക്ക് കൊടുക്കാം. വണ്ടിയിലുണ്ടായിരുന്ന കളർ തന്നെ ഇരിക്കട്ടെ ഗൈസ്. പിന്നെ വണ്ടീൻ്റെ അലോയിൻ്റെ സൈസ് അത് നോർമൽ തന്നെ ഇരിക്കട്ടെ. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടി നമുക്ക് നേരെ ഇറക്കാം. വണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഫെറാറി എടുത്തിട്ട് വന്ന വഴി കൂടിയല്ല ഗൈസ് നിന്ന് പോകണം. നമ്മൾ വേറെ വഴിയാണ് നമ്മൾ പിടിച്ചേക്കുന്നത് ഗൈസ്. നമ്മൾ ഇന്ന് U-ടേൺ അടിച്ചാണ് പോകുന്നത്. അതാണ് നല്ല വഴി. U-ടേൺ അടിച്ച് പോകണതാണ് ഗൈസ് നല്ലത്. U-ടേൺ അടിച്ച് പോകുമ്പോൾ നമുക്ക് വണ്ടീൻ്റെ ലംബോർഗിനി ഇങ്ങനെയുള്ള ഫെറാറി ടൈപ്പ് വണ്ടി എടുക്കുന്ന മൈലേജ് ഇല്ല ഗൈസ്. ഇപ്പം മൈലേജ് നോക്കണമെങ്കിൽ നമ്മൾ ഹൈവേ വഴി തന്നെയാണ് ഗൈസ് നല്ലത്. പിന്നെ അതേപോലത്തെ നോർമൽ റോഡ് വണ്ടിക്ക് അങ്ങോട്ട് നല്ലതല്ല. ഹൈവേകളിൽ റേസിംഗ് ട്രാക്ക് അങ്ങനെയുള്ള ഇടത്തൊക്കെ ഓടിക്കേണ്ട വണ്ടിയാണ് ഗൈസ്. നമുക്ക് വണ്ടി നേരെ പറപ്പിക്കാം ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് പോവാം. വഴി തെറ്റിയോ എന്ന് സംശയം. വേറെ വഴി കൂടി പോവാം ഗൈസ്. നമ്മൾ ഇന്നലെയും U-ടേൺ എടുത്തപ്പോൾ ഇത്രയും കറങ്ങി ഇല്ല. ഇവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇന്നലെ U-ടേൺ എടുത്തൊക്കെ വന്നായിരുന്നു ഗൈസ്. ഈ വഴി നമുക്ക് പല വഴിയും നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റും.
ഗൈസ് അപ്പോൾ നമുക്ക് ലംബോർഗിനി കയറ്റാം, വീട്ടിലോട്ട് കയറ്റാം. വണ്ടിക്ക് AC ഒക്കെ ഉണ്ട്, കിണ്ണനാണ്. വണ്ടി ഇത്തിരി പവറായിട്ട് കണ്ടോ ഗൈസ്. വണ്ടി റിവേഴ്സിൽ പാർക്ക് ചെയ്യാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഗൈസ് ചെറുതായിട്ടൊന്ന് ഓഫ് റോഡ് ആയിട്ട് ചെയ്താൽ വണ്ടിയിൽ വന്നേക്കണം മണ്ണോ എനിക്ക്. ഗൈസ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് നേരെ അകത്തോട്ട് കയറ്റാം. ഗൈസ് വണ്ടി നേരെ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. പക്ഷേ ഞാൻ വണ്ടിയിൽ നിന്ന് അറിയാണ്ട് കയറിപ്പോണേണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇറങ്ങാം. അപ്പോൾ ഗൈസ് ഞാൻ ഇടക്കിടക്ക് കയറി അதைയും കളിക്കാറുണ്ട്. നമുക്ക് കുറച്ച് ഇനി അടുത്ത വണ്ടി എടുക്കാൻ നമ്മൾ ഇങ്ങനെ പോകുമെന്ന് ആലോചിക്കണം ഗൈസ്. കാരണം നമ്മുടെ അടുത്ത് കുറച്ച് വണ്ടികൾ നമുക്ക് ഓടിപ്പോയാലോ, ഭയങ്കര പവറായിട്ട് നമുക്ക് കണ്ട ഗൈസ്. ഞാൻ ചാടണയൊക്കെ കണ്ട, ഞാൻ നല്ല പവറിൽ ഓടിപ്പോവാം ഗൈസ്. ഗൈസ് ഭയങ്കര സ്പീഡിലാണ് ഞാൻ ഓടുന്നത്. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ഇപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് ഹൾക്കിൻ്റെ പവറൊക്കെ ഉണ്ട് കണ്ട ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ചാടി വരെ പോകാൻ പറ്റും. നമ്മുടെ താറ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഓടിയാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. അതാണ് ഗൈസ്. നമുക്കിനി GTR അങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ട് അങ്ങോട്ട് പറപ്പിച്ചങ്ങോട്ട് വിട്ടേക്കാം ഗൈസ്. വീഡിയോ അതിങ്ങനെ ലെങ്ത് ആക്കാണ്ട് ഞാൻ മാക്സിമം നോക്കാം. ഗൈസ് ഗെയിമാണെങ്കിൽ ഭയങ്കരമായിട്ട് കിട്ടിലായിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് മേടിക്കാൻ അങ്ങോട്ട് സമയം ഞാൻ കൊടുത്തില്ല ഗൈസ്. കണ്ട ഗൈസ്, ഞാൻ സമയം കൊടുത്തില്ല. വണ്ടി ഇതേ ഇവിടെ തന്നെ ഉണ്ട് കണ്ട. നമ്മുടെ താറ ഇവിടെ ഉണ്ട് ഗൈസ്. താറ് നമ്മൾ റൂഫ് ടോപ്പ് അടിച്ചേക്കണ കാരണം വണ്ടിയിൽ പർച്ചേസ് ചെയ്യണം ഗൈസ്. ഫുള്ളായിട്ട് പർച്ചേസ് കാണിക്കണം. നമുക്ക് ഓടാൻ പവറാക്കാം, ചിന്നനാക്കാം, വൈബാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വൈബാക്കി പറപ്പിച്ച് അങ്ങോട്ട് ഓടിയിട്ട് അങ്ങോട്ട് നമുക്ക് ഏറെ നിന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് ഇത്തിരി പവർ സൂപ്പർ പവർസ് ഉള്ള കാരണം പേടിക്കണ്ട ഗൈസ്. GTRൻ്റെ ഇൻറ്റീരിയർ മാത്രമാണ് പ്രശ്നമുള്ളൂ ചെറുതായിട്ട് ഗൈസ്. ഇൻറ്റീരിയർ റിയൽ അല്ല, ഇൻറ്റീരിയർ നമുക്ക് ഫെറാറിൻ്റെ ഇൻറ്റീരിയറാണ് കിട്ടിയേക്കണത്. ഗെയിമല്ലേ ഇല്ല, നമുക്ക് നേരെ പറപ്പിച്ചു വിടാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. ഡ്രിഫ്റ്റ് ചെയ്ത് വേണം നിർത്താൻ ഗൈസ്. അപ്പോൾ നമ്മൾ സഹൂറിനെ പോലെ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പറപ്പിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി അങ്ങാട് ഞാൻ ഡ്രിഫ്റ്റിംഗ് മൂഡിലാണ് ഗൈസ് ഇട്ടേക്കണത് വണ്ടി. അതുകൊണ്ടാണ് ഇത്തിരി ഡ്രിഫ്റ്റ് എഡിഷൻ മേടിച്ച് കയറുകൊണ്ട് പ്രശ്നം. നമുക്കിനി അലോയ്സൊക്കെ കിണ്ണനായിട്ട് സെറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ വീൽസാണ് നമുക്ക് മാറ്റേണ്ടത് മെയിനായിട്ട്. ഈ വീൽസ് GTRന് ചേർന്നുണ്ടല്ലോ ഗൈസ്. കണ്ടോ ഗൈസ്, ഇത് GTR നല്ലോണം ചേരണുണ്ട് കണ്ടോ. നമുക്ക് ഈ വീലിടാം. റിമ്മിൻ്റെ കളറ് ബ്ലാക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. ബ്ലാക്കാണ് പൊളി. നൈട്രോ അങ്ങാട് ഇൻസ്റ്റാള്, സ്മോക്ക് നമുക്ക് ഓറഞ്ച് കൊടുക്കാം. നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഗ്ലാസ് ടിൻ്റ് അടിച്ചേക്കാം ഗൈസ്. നമുക്ക് ടിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്താ റേസിങ് ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി സെറ്റാണ്, ഫുള്ള് സെറ്റ്. റേസിങ് ഇട്ടപ്പോൾ വണ്ടിക്ക് ഇത്തിരി കൂടി പവറായിട്ട് ബ്രേക്ക് ആവാനുണ്ട്.
കണ്ടോ ബ്രേക്ക് ഇത്തിരി കൂടെ പവറായിട്ട് ആവണുണ്ട്. വണ്ടീൻ്റെ നൈട്രോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നല്ല പവറായി വന്നിട്ടുണ്ട്. കണ്ടോ നേരത്തെ ഇങ്ങനെ പിടിച്ച ഡ്രിഫ്റ്റ് ആവാനും നോർമൽ ബ്രേക്ക് സ്റ്റാൻഡേർഡ് ബ്രേക്ക് ഇട്ടാൽ നമ്മൾ ആ GTR വെച്ചിട്ട് സ്റ്റണ്ടൊക്കെ കാണിച്ച് നല്ലോണം ഓടിക്കണം പാണ്ടി ലോറി. കാരണം നമ്മുടെ വണ്ടിയിൽ ഇടിച്ചാൽ നമുക്ക് നല്ല കാശ് മേടിക്കാം. കാരണം വണ്ടി കോസ്റ്റ്ലിയാണ്. കണ്ടോ വണ്ടി ഇനിയിപ്പോൾ ബ്രേക്കിംഗ് വരെ എല്ലാവരും മൊത്തത്തിൽ ഒരു പുതിയ വണ്ടി പോലെ ഉണ്ട് ഗൈസ്. വഴി മാറിപ്പോയി ഗൈസ്, വഴി തെറ്റി. ഫെറാറി നേരത്തെ എടുത്തോണ്ട് വന്നപ്പോഴും വഴി എനിക്ക് തെറ്റിയായിരുന്നു ഗൈസ്. കാരണം വീട്ടിലോട്ട് പോകാൻ പല വഴിയുണ്ട് ഗൈസ്. ആ പ്രശ്നം ഞാൻ വഴി ഇടക്കിടക്ക് മാറിപ്പോണാണ് ഗൈസ്. നമ്മൾ അറ്റം വഴിയാണ് പോയത്, പക്ഷെ ഞാൻ വേറെ വഴിയാണ് വീട്ടിലോട്ട് വന്നത്. ഗൈസ് റേസിംഗ് ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി ആകെ മാറി. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടി കണ്ട വണ്ടി പൊട്ടണുണ്ടോ? വണ്ടി നല്ല തീ കണ്ടോ ഗൈസ്. ഗെയിമിനോട് സൂപ്പർ വനം ഗൈസ്, പൊളിക്കും. ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ വണ്ടിക്ക് ഇങ്ങനായിട്ട് ആവും. നോക്കൂ GTR വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാകുന്ന ഞാൻ ആലോചിക്കുന്നത്. GTR സ്ഥലമുണ്ട് സാധാരണ രക്ഷപ്പെട്ട്. നമ്മൾ പാർക്ക് ചെയ്ത പോലെ തന്നെ കിടക്കും വണ്ടികളാണ് ഒരു പവർ. അപ്പോൾ വണ്ടി നമുക്ക് പാർക്ക് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ബൈ.